ജനങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ VS-ന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടേക്ക് എത്തും. ഇപ്പോൾ ആ വഴിയിലൂടെയുള്ള യാത്രയിലാണ്. ആ വഴിയുടെ ഇരുവശങ്ങളിലും കണ്ണൻ പറഞ്ഞോളൂ. കണ്ണൻ, ഒട്ടേറെ ജനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. VS അച്യുതാനന്ദനെ അറിയാവുന്ന അദ്ദേഹം കടന്നു വരുന്ന വഴിയുടെ ഇരുവശങ്ങളിലും ഒട്ടേറെ ജനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി, ഒരു നോക്ക് കാണാൻ വേണ്ടി ഒട്ടേറെ ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ വകഞ്ഞു മാറ്റി ഇവിടേക്ക് എത്തുമ്പോൾ സമയമേറെ എടുക്കും. പ്രിയ VS കടന്നു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് മഴയോ അല്ലെങ്കിൽ കാറ്റോ ഒന്നും തന്നെ ഒരു പ്രശ്നമല്ല. ബീച്ചിൽ നിന്ന് ശക്തമായ കാറ്റടിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പ്രശ്നമില്ലാതെ പ്രിയപ്പെട്ട നേതാവിനെ ഒരിക്കൽ കൂടി കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പല ജില്ലകളിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനം ഇവിടേക്ക് എത്തും. മറ്റു മന്ത്രിമാരും മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആൾക്കാരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആൾക്കാർ കടന്നു വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ ആൾക്കാർക്കും പരമാവധി ആൾക്കാരെ ഇവിടെ എത്തി അദ്ദേഹത്തിന്റെ അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക. 2-3 മണിക്കൂറോളം ഇവിടെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഉണ്ടാകും. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സമയം പൊതുദർശനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. പക്ഷേ കടന്നു വന്ന വഴികളിലെ ജനങ്ങൾ കാത്തുനിന്ന് അവർ ആ അവസാനം വരെ ആ VS അച്യുതാനന്ദനെ കാണാൻ വേണ്ടി കാത്തുനിന്ന ആ ഒരു സമയം മൂലം ഇവിടുത്തെ പൊതുദർശനം വൈകുകയായിരുന്നു. ഏതാണ്ട് 5 മണിക്കൂറോളം ഇവിടെ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു ആദ്യത്തെ തീരുമാനം. പക്ഷേ അത്രത്തോളം സമയത്തേക്ക് പോകില്ല. പക്ഷേ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും VS അച്യുതാനന്ദനെ കാണേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഒരു നുള്ളു പുഷ്പം അർപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഉള്ള ക്രമീകരണങ്ങൾ പരമാവധി ആൾക്കാരെ ഏറ്റവും വേഗത്തിൽ കടത്തിവിട്ട് ഈ പൊതുദർശന ചടങ്ങുകൾ അവസാനിപ്പിക്കുക. അതിനുശേഷം പുന്നപ്രയുടെ വിപ്ലവ സ്മരണകൾ ഉറങ്ങുന്ന, പുന്നപ്രയിലെ വിപ്ലവകാരികൾ ഉറങ്ങുന്ന ആ മണ്ണിലേക്ക് VS-ന്റെ അവസാന യാത്രയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുക. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ വരുന്ന വഴികളിലും കണ്ണേ കരളെ VS അദ്ദേഹത്തിന് ലാൽ സലാം പറഞ്ഞുകൊണ്ട് ഓരോ ആൾക്കാരും കണ്ണിൽ കണ്ണീരുണ്ട്. ഒരു ഹൃദയം നിറയെ ഒരു കരയാൻ വേണ്ടിയുള്ള ഒരു സങ്കടക്കടലുണ്ട്. പക്ഷേ കടന്നു വരുന്നത് VS ആണ്. അവരെ VS പഠിപ്പിച്ചിട്ട് കരഞ്ഞുകൊണ്ട് മുന്നേറാനല്ല, മുദ്രാവാക്യം മുഴക്കി ആവേശത്തോടുകൂടി മുന്നേറാനാണ് ആലപ്പുഴക്കാരെ VS അച്യുതാനന്ദൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തുന്ന ആൾക്കാർ ആ സങ്കടക്കടൽ ഉള്ളിലൊതുക്കിക്കൊണ്ട് പരമാവധി മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് VS എന്ന് പറയുന്ന ആ 2 അക്ഷരത്തിൽ ആ യുഗപുരുഷന് യാത്രാമൊഴി നൽകുന്നത്. അദ്ദേഹം നടന്ന വഴികളാണ്, അദ്ദേഹം ചവിട്ടി നിന്ന മണ്ണാണ്. ആ മണ്ണിലൂടെ അവസാനമായി VS അച്യുതാനന്ദൻ കടന്നു വരികയാണ്. റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തും. ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറെങ്കിലും വേണ്ടിവരും. പരമാവധി വേഗത്തിൽ ആ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പോലീസായാലും അതുപോലെ തന്നെ റെഡ് വാളണ്ടിയേഴ്സ് ആയാലും പാർട്ടി നേതാക്കന്മാരായാലും പരമാവധി വഴിയരികിൽ നിൽക്കുന്ന ആൾക്കാരെ ഇരുവശങ്ങളിലേക്ക് മാറ്റി നിർത്തി ഏറ്റവും വേഗത്തിൽ ആ വാഹനം ഇവിടേക്ക് എത്തിക്കുക. കാര്യം മണിക്കൂറുകളായി കാത്തിരിക്കുകയാണ് ഒട്ടേറെ പ്രവർത്തകർ, ജനങ്ങൾ അവരെല്ലാം തന്നെ പ്രിയ സഖാവിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്കെല്ലാവർക്കും അവസാനമായി പ്രിയ സഖാവിനെ, കേരളത്തിന്റെ താരകത്തെ, രക്തപുഷ്പത്തെ കാണാൻ വേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഇവിടുത്തെ CPM ജില്ലാ കമ്മിറ്റിയുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഒക്കെ തന്നെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തും. മറ്റു മന്ത്രിമാരെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി എത്തും. അതിന് തൊട്ടു പിന്നാലെ VS അച്യുതാനന്ദൻ നടന്ന് നീങ്ങിയ ആ വഴികളിലൂടെ അദ്ദേഹം അവസാനമായി യാത്ര ചെയ്ത് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തും.